തുണിയുടെ മേൽ 1% കഴിഞ്ഞ സർക്കാർ ഏർപ്പെടുത്തുകയുണ്ടായി. ഞാനത് 2% ഉയർത്തുന്നു. 50 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടാവും. ലക്ഷറി മേഖലയ്ക്ക് പ്രോത്സാഹനം എന്ന നിലയിൽ ഹോട്ടൽ ലക്ഷറി നിരക്കുകൾ കുറയ്ക്കുന്നതാണ്. പൂർണ്ണ ഇളവുള്ള വാടകയുടെ നിരക്ക് 200 രൂപയിൽ നിന്ന് 400 രൂപയെ ഉയർത്തുന്നു. 500 രൂപയ്ക്ക് മുകളിൽ 1000 രൂപയിലുള്ള വാടകയുള്ള മുറികൾക്ക് 6%, 1000 രൂപയ്ക്ക് മുകളിലുള്ള വാടകയുള്ളവർക്ക് 10% നിരക്കിലായിരിക്കും നികുതി. പൊതുവെ നിരക്കിൽ വരുത്തുന്ന ഈ കുറവ് കാരണം 2014-15 നൽകിയ ഇളവുകൾ പിൻവലിക്കുന്നതാണ്. ഡിസ്പോസബിൾ പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുവാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇവയുടെ നികുതി നിരക്ക് ഇപ്പോൾ 20%. പ്ലാസ്റ്റിക് നിർമ്മിതമായ ഡിസ്പോസബിൾ ടംബ്ലറിന് 20% നികുതി എന്ന് സ്പഷ്ടീകരിക്കുന്നു. വെളിച്ചെണ്ണ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അലക്ക് സോപ്പ് ബാറുകളുടെയും കട്ടകളുടെ നികുതി 2014 1% കുറവ് വരുത്തിയിരിക്കുന്നു. അലക്ക് സോപ്പുകൾ ഒന്നും വെളിച്ചെണ്ണ ഉപയോഗിച്ചതല്ല നിർമ്മിക്കുന്നവർ എന്ന് ഏവർക്കും അറിയാം. ഈ കുറഞ്ഞ നിരക്ക് ദുരുപയോഗപ്പെടുത്തടയുന്നതിനായി ഇവയുടെ നിരക്ക് 5% ഉയർത്തുന്നതാണ്. ദ്രവീകൃത പ്രകൃതിവാതകം വാങ്ങുമ്പോൾ FACT ഒടുക്കുന്ന നികുതി തിരികെ നൽകുന്നതാണ്. ഇളവുകൾ: സിനിമയുടെ പകർപ്പവകാശ വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുള്ള അവകാശം കൈമാറ്റം ചെയ്യുന്നതിനും 2008 നൽകിയിരുന്ന ഇളവ് പുനഃസ്ഥാപിക്കുകയാണ്. സ്ക്രാപ്പ് ബാറ്ററികളുടെ നികുതി നിരക്ക് 5% കുറയ്ക്കുന്നുണ്ട്. തെർമോകോൾ നിർമ്മിതമായ ഡിസ്പോസബിൾ പ്ലേറ്റുകളും കപ്പുകളും 2013-14, 2014-15 വർഷങ്ങളിലെ നിരക്ക് 5% എന്ന് സ്പഷ്ടീകരിക്കുന്നു. മുൻകാല പ്രാബല്യം: മുനിസിപ്പൽ പ്ലാസ്റ്റിക് വേസ്റ്റിനുള്ള നികുതി 5% എടുത്തു കളയുന്നു. ഇത് വളരെ കൗതുകരമായ നികുതിയാണ്. വേസ്റ്റിന് 5% നികുതിയുണ്ട്. അതുകൊണ്ട് ആ നികുതി എടുത്ത് മാറ്റുകയാണ്. കോമ്പൗണ്ട് ചെയ്യുന്ന സ്വർണ്ണ വ്യാപാരികൾ പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കുമ്പോൾ അവയ്ക്കും മറ്റുള്ള കടകളുടെയും ശരാശരി നികുതി നൽകേണ്ട സ്ഥിതിയുണ്ട്. പ്രമുഖ കമ്പനികൾ ഇപ്പോൾ ചെറുകിട പട്ടണങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമാണ് പുതിയ ഷോറൂമുകൾ തുറക്കുന്നത്. താരതമ്യേന ചെറിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രമുഖ നഗരങ്ങളിലെ പ്രധാന ഷോറൂമുകളുടെ നിരക്കിൽ കോമ്പൗണ്ട് ചെയ്യേണ്ടി വരുന്നത് വ്യാപാര വ്യാപനത്തിന് തടസ്സമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിനുള്ള പ്രതികരണമായി പലരും പുതിയ ഷോറൂമുകൾ മറ്റ് കമ്പനികളുടെ പേരിൽ തുറക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നഗരങ്ങളെ ഏതാനും വിഭാഗങ്ങളായി ക്ലാസിഫൈ ചെയ്ത് വ്യത്യസ്ത നിരക്കിൽ കോമ്പൗണ്ട് ചെയ്തുള്ള ഭേദഗതി കൊണ്ടുവരുന്നുണ്ട്, പുതിയ ബ്രാഞ്ചുകൾക്ക് മാത്രം. ഇതോടൊപ്പം കോമ്പൗണ്ട് ചെയ്യാത്ത വ്യാപാരികളുടെ ടേൺ ഓവർ സംബന്ധിച്ച് കർശനമായ അവലോകനവും പരിശോധനയും ഉണ്ടാവും. കോമ്പൗണ്ട് ചെയ്യാത്തവര് 5% നികുതി തരേണ്ടത്, അതിന് വലിയതുള്ള ടേൺ ഓവർ സപ്രഷൻ ഉണ്ട് എന്ന് സർക്കാരിന് ബോധ്യമുണ്ട്. ഒന്നുകിൽ കോമ്പൗണ്ടിലേക്ക് വരിക, അല്ലെങ്കിൽ കർശനമായ നടപടികൾ നേരിടേണ്ടി വരിക. അടുത്തത് അനുമാന നികുതിദായകർക്കുള്ള അമിനിസ്റ്റി. 60 ലക്ഷം രൂപയേക്കാൾ വിറ്റുവരുമാനം ഉണ്ടായിട്ടും ടിൻ നമ്പർ എടുക്കാതെ അനുമാന നികുതി മാത്രം നൽകി കച്ചവടം ചെയ്യുന്നവർ ലക്ഷത്തിലേറെ വരുമെന്നാണ് മതിപ്പ് കണക്ക്. ഇവർ 20,000-ഓളം പേർക്ക് തെളിവ് സഹിതം ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇല്ലാതെ ഷെഡ്യൂൾ റേറ്റിൽ നികുതിയും അതിൻ്റെ 3 മടങ്ങ് പെനാൽറ്റിയുമാണ് നിയമപ്രകാരം അടക്കേണ്ടത്. ഇത് ദുർവഹമായ ഭാരമാണെന്ന് വ്യാപാരി സംഘടനകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് സർക്കാരിനും ബോധ്യമുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർക്കായി ഒരു അമിനിസ്റ്റി സ്കീം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. 1. അനുമാന നികുതിക്കാരുടെ കണക്കിൽപ്പെടാത്ത വാങ്ങലുകൾക്ക് 5% ഗ്രോസ് പ്രോഫിറ്റ് ചേർത്ത് ഷെഡ്യൂൾ നിരക്കിൽ നികുതി കൊടുക്കേണ്ടത്. ഡിക്ലെയർ ചെയ്തിട്ടുള്ള വാങ്ങലുകൾക്ക് മാത്രമായിരിക്കും ഇൻപുട്ട് ടാക്സ്. 300% പെനാൽറ്റി അടക്കം എല്ലാ പെനാൽറ്റികളും പൂർണ്ണമായും ഒഴിവാക്കുന്നു. ഈ സ്കീം പ്രകാരം നിശ്ചയിച്ച നികുതിയുടെ 30% ഉടൻ അടയ്ക്കേണ്ടതും ബാക്കിയുള്ള തുക 12 തുല്യ പ്രതിമാസ തവണകളെ അടയ്ക്കേണ്ടതുമാണ്. 31/3/2016 വരെ കാലയളവിൽ കണക്കിൽപ്പെടാത്ത വാങ്ങൽ നടത്തിയിട്ടുണ്ട് എന്ന് വകുപ്പ് കണ്ടെത്തിയിട്ടുള്ള അനുമാന നികുതിദായകർക്ക് ഈ സ്കീം പ്രയോജനപ്പെടുത്താവുന്നതാണ്. നികുതി നിർണ്ണയം പൂർത്തിയായാലും ഇല്ലെങ്കിലും ഈ സ്കീം സ്വീകരിക്കാവുന്നതാണ്. അപ്പീൽ മുഖേന ഉത്തരവ് നേടിയവർക്കും ഈ സ്കീം സ്വീകരിക്കാം. 5. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഫോറങ്ങളിൽ കേസ് നിലവിലുണ്ടെങ്കിൽ അവ പിൻവലിക്കേണ്ടതും അതിൻ്റെ തെളിവ് ഹാജരാക്കേണ്ടതുമാണ്. സ്കീം സ്വീകരിച്ച് തീർപ്പാക്കി കഴിഞ്ഞാൽ അതുമേൽ അപ്പീൽ നൽകുവാൻ അനുമതി ഉണ്ടാവുന്നതല്ല. 6. സ്കീം പ്രഖ്യാപിച്ച് 3 മാസത്തിൽ അനുമാന നികുതിദായകർ അപേക്ഷ നൽകണം. 7. ഈ സ്കീമിൻ്റെ ആനുകൂല്യം വകുപ്പിൽ നിന്ന്
പ്രയോജനപ്പെടുത്തിന് വേണ്ടി നികുതി നിർണയാധികാരി അവർക്കെതിരായ കേസിനെ പറ്റി അവരെ അറിയിക്കേണ്ടതാണ്. ഈ സ്കീം സ്വീകരിക്കുന്ന വ്യാപാരികൾ 1/4/2016 മുതൽ പ്രാബല്യം വരത്തക്ക വിധത്തിൽ ടിൻ രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ഇത് ഭാവിയിൽ അവരുടെ നികുതി നിയമപാലനം ഉറപ്പുവരുത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും ഉതകുന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ടുപിടിക്കപ്പെട്ട പല മടങ്ങ് വ്യാപാരികൾ വസ്തുക്കൾ മറച്ചുവെച്ച് അനുമാന നികുതിയിൽ തുടരുന്നുണ്ട്. അവർക്ക് സ്വമേധയാ തങ്ങളുടെ യഥാർത്ഥ കണക്ക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ച ടിൻ നമ്പർ വാങ്ങി നിയമപ്രകാരമുള്ള നികുതി ഇൻപുട്ട് ടാക്സ് അടക്കം എടുത്തുകൊണ്ട് കൊടുക്കാവുന്നതാണ്. അവരുടെ മേൽ ഇങ്ങനെ സ്വയം ഡിക്ലെയർ ചെയ്യുന്ന മേൽ മുൻ വർഷങ്ങളിലെ കണക്കുകൾ പുനഃപരിശോധിച്ചുകൊണ്ട് നടപടികൾ നികുതി വകുപ്പിൽ നിന്നുണ്ടാവില്ല. അതുകൊണ്ട് അവസാനത്തെ കണ്ണിയിൽ നിൽക്കുന്ന ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭീകരമായ വർധന അനുമാന നികുതിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തി ഭാവിയിൽ നടപടികളിൽ നിന്ന് ഒഴിവാകാൻ വ്യാപാരികൾ തയ്യാറാവണം. നേരത്തെ സൂചിപ്പിച്ച സിസ്റ്റം സ്ക്രൂട്ടിനി നിലവിൽ വരുന്നതോടെ നേരത്തെ ഞാൻ പറഞ്ഞത് കണക്കിൽപ്പെടാത്ത വാങ്ങലുകൾ നടത്തിയവരെ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇവരുടെ കണക്കിലില്ലെങ്കിൽ മറ്റുള്ള ആരുടെയെങ്കിലും കണക്കിലുണ്ടാവും. അതുകൊണ്ട് ഈ സന്ദർഭം ഉപയോഗിച്ച് ക്ലീൻ ഈ അമിനിസ്ട്രി ഉപയോഗപ്പെടുത്തുക. സർ, ഈ പ്രശ്നത്തിൽ ഇടപെട്ട് അമ്പലപ്പുഴയിലെ ഒരു വ്യാപാരി ആത്മഹത്യയുണ്ട്. ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി. പക്ഷെ അന്ന് അതല്ലാതെ ഒരു പോംവഴിയിൽ ഈ അമിനിസ്ട്രി ഇപ്പോഴാണ് വരുന്നത്. ആ വ്യാപാരിയുടെ നികുതി കുടിശ്ശിക മുഴുവൻ സർക്കാർ എഴുതിത്തള്ളും. KGST കേസുകളുടെ അമ്നിസ്റ്റി. സർ, KGST കേസുകളുടെ അമ്നിസ്റ്റി പണ്ടേ നിലവിലുള്ളതാണ്. ഞാനതുകൊണ്ട് അത് മുഴുവൻ വായിക്കുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന അമ്നിസ്റ്റി രീതി വീണ്ടും തുടരുകയാണ്. കാരണം ഇപ്പോഴും 20,000-ഓളം പഴയ KGST കേസുകൾ പല കോടതിയിലൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സെറ്റിൽ ചെയ്ത് പോകുന്നതാണ് എല്ലാവർക്കും നല്ലത്. അതിനുള്ള വളരെ ഉദാരമായിട്ടുള്ള സ്കീം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും പിന്നീട് ഉണ്ടായിരുന്നു. അത് പുനഃസ്ഥാപിക്കുകയാണ്. പക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഈ സ്കീം ബാധകമാവില്ല. 2016 ധനകാര്യ ബില്ലിലെ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കൽ. 13 ഈ വ്യവസ്ഥകൾ ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, സാങ്കേതികമായി പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 13 കേരള നിയമസഭയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ 2016 ധനകാര്യ ബില്ലിലെ വ്യവസ്ഥകൾ കാലഹരണപ്പെട്ടു. ബില്ലിലെ ചുവടെ പറയുന്ന വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ക്ലോസ് 2 റിലേറ്റിംഗ് ടു സർചാർജ് ഓൺ ടാക്സസ് ആൻഡ് ക്ലോസ് 4 റിലേറ്റിംഗ് ടു കേരള കോർട്ട് ഫീസ് സ്യൂട്ട്സ് ആൻഡ് വാല്യുവേഷൻ ആൻഡ് ക്ലോസ് 6 റിലേറ്റിംഗ് ടു ലക്ഷറി ടാക്സ് ആക്ട് ക്ലോസ് 7 റിലേറ്റിംഗ് ടു അഗ്രികൾച്ചർ ഇൻകം ടാക്സ്. With respect to KVAT Act, I intend to restore Clause 8, Subclause 1, Item C, Clause 8, Subclause 2, Clause 8, Subclause 3, Clause 8, Subclause 4, Clause 8, Subclause 5, Clause 8, Subclause 1, Item A. In Subitem 4, the 17th Proviso and the Note, and the Clause 8, Subclause 1 and Item A, Subitem 1 of that bill. Sir, നടപടിക്രമങ്ങളുടെ ലളിതവൽക്കരണം. നടപടിക്രമങ്ങളുടെ ലളിതവൽക്കരണത്തിൽ ഒന്ന് കരാറ് നീതിപിരിവ് വളരെ സങ്കീർണമാണ്. അത് ലളിതമാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുക. ഒന്ന്, ഫോറങ്ങൾ ലഘൂകരിക്കുക. 2, നെഗറ്റീവ് ലിസ്റ്റിൽ ചിലത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതിനാൽ നെഗറ്റീവ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കരാറുപണികൾ മാത്രമേ ഇവർക്ക് കോമ്പൗണ്ടിന് കഴിയാതെയുള്ളൂ. നെഗറ്റീവ് ലിസ്റ്റിന് പുറമേയുള്ള മറ്റ് കരാറുകൾ ഇവർക്ക് കോമ്പൗണ്ട് ചെയ്യുന്നതാണെന്ന് വ്യക്തമാക്കുകയാണ്. സ്ഥാവര വസ്തുക്കളുടെ പ്രോപ്പർട്ടി കൈമാറ്റത്തിന് മൂല്യവർദ്ധിത നികുതി ബാധകമല്ല. കരാറിന്റെ ഭാഗമായി കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി സ്റ്റാമ്പ് ഡ്യൂട്ടി ഒടുക്കി കൈമാറ്റം ചെയ്യപ്പെട്ട ഭൂമിയുടെ വിലക്ക് മൂല്യവർദ്ധിത നിമിത്താൻ സാധിക്കുകയുമില്ല. കോമ്പൗണ്ടിംഗ് നികുതിയുടെ ഉൾപ്പെടെ കാര്യങ്ങൾക്ക് ഇക്കാര്യം വ്യക്തമാക്കി നിയമ ഭേദഗതികൾ വരുത്തുന്നതാണ്. കരാർ പണിക്കാർ സമർപ്പിക്കുന്ന റിട്ടേണുകൾ ഭൂമിയുടെ വില കണക്കാക്കുന്നതും കുറവ് വരുത്തുന്നതിനുമുള്ള വ്യവസ്ഥകൾ ചുവടെ ചേർക്കും പ്രകാരമായിരിക്കുന്നു സ്പഷ്ടീകരിക്കുന്നു. കരാറിൽ പ്രസ്താവിച്ചിട്ടുള്ള ഭൂമിയുടെ വില ആ തുക ഭൂമിയുടെ വിലയായി കണക്കാക്കി റിട്ടേണിൽ കുറവ് വരുത്തുന്നതാണ്. ഒരു റിട്ടേൺ കാലയളവിൽ ലഭിക്കുന്ന തുകയിൽ നിന്ന് ഭൂമിയുടെ വില മൊത്തം വിലയെ കരാർ തുകയുടെ അടിസ്ഥാനത്തിലാക്കി ആനുപാതികമായ റിട്ടേണിൽ കുറവ് വരുത്തുന്നതാണ്.
റിട്ടേണിൽ കാണിച്ചതിനേക്കാൾ കൂടുതൽ തുക പിന്നീട് ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി അടയ്ക്കുകയാണെങ്കിൽ തെളിവ് ഹാജരാക്കാത്ത പക്ഷം റീഫണ്ട് ആവശ്യപ്പെടാവുന്നതാണ്. ഓരോ പ്രൊജക്റ്റിനെക്കുറിച്ചും കോൺട്രാക്ട് തുക ആരിൽ നിന്ന് ലഭിച്ചു, നാളിതുവരെ വെച്ച തുക, പ്രസ്തുത റിട്ടേൺ കാലയളവിൽ തുകച്ച തുക, ഭൂമിയിൽ വിലയായി നാളിതുവരെ കുറവ് ചെയ്ത തുക, റിട്ടേൺ കാലയളവിൽ ഭൂമിയുടെ വിലയായി കുറവ് ചെയ്ത തുക, ഈ വിവരങ്ങൾ ഉൾപ്പെട്ട സ്റ്റേറ്റ്മെന്റ് സമർപ്പിച്ചില്ലെങ്കിൽ ഈ കിഴിവ് അനുവദനീയമല്ല. വകുപ്പ് 8 പ്രകാരം കേരള സർക്കാർ, കേരള ജല അതോറിറ്റി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ നൽകുന്ന കരാർ പണികൾക്ക് കരാറുകാർക്ക് കോമ്പൗണ്ടിങ്ങിന് അപേക്ഷ ഫയൽ ചെയ്തതിന് കാലതാമസം ഉണ്ടായ മാപ്പാക്കാനുള്ള അധികാരം ഇന്ന് കമ്മീഷണർക്കാണ്. ഈ അധികാരം ജില്ലാ ഡെപ്യൂട്ടി കമ്മീഷണർമാർക്ക് നിക്ഷിപ്തമാക്കും. സ്വർണ്ണ കോമ്പൗണ്ടിംഗ് സമ്പ്രദായപ്രകാരം നികുതി അടക്കാനുള്ള അനുമതി നിരസിക്കുന്നതിനും റദ്ദാക്കുന്നതിനുള്ള ട്രിബ്യൂണലിൽ മാത്രമേ അപ്പീൽ ഫയൽ ചെയ്യാൻ കഴിയുള്ളൂ. ഇത് സംബന്ധിച്ച് 2014 വരുത്തിയ നിയമ ഭേദഗതിയിൽ ഉണ്ടായ തെറ്റ് പരിഹരിക്കുന്നതാണ്. ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിനോടൊപ്പം വ്യാപാരികൾ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എന്നിവയും സമർപ്പിക്കണം. അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്നവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സംസ്ഥാനത്തിനും വേണ്ടി വെവ്വേറെ ബ്രാഞ്ചുകൾ, അക്കൗണ്ടിംഗ് സംവിധാനമില്ലാത്ത വ്യാപാരികൾ ട്രേഡിംഗ്, പ്രോഫിറ്റ്, ലോസ് ആൻഡ് അക്കൗണ്ട് എന്നിവയിൽ സാധാരണ ഉൾപ്പെടാവുന്ന വിവരങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടിൽ സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കേണ്ടതാണെന്ന് വ്യവസ്ഥ ചെയ്യും. വാങ്ങൽ വിൽപ്പന സ്റ്റേറ്റ്മെന്റുകൾ ഓൺലൈനായി ചെയ്യുന്ന പോലെ ഡെബിറ്റ് നോട്ടിൻ്റെയും ക്രെഡിറ്റ് നോട്ടിൻ്റെ വിശദാംശങ്ങളും ഓൺലൈനായി ചെയ്യേണ്ടതാണ്. ചരക്കിൻ്റെ ഉടമസ്ഥൻ സെക്യൂരിറ്റി തുകയോ ബോണ്ട് സമർപ്പിക്കാത്തപ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ വകുപ്പിൽ വ്യവസ്ഥയുണ്ട്. ഇത്തരം കേസിൽ പിടിച്ചെടുത്ത ചരക്കുകൾ കണ്ടുകെട്ടിയതിന് ശേഷമേ ലേലം നടത്താവൂ എന്ന് സ്പഷ്ടീകരിക്കുന്നു. TDS തുക യഥാക്രമം സർക്കാരിലേക്ക് അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഈ പേയ്മെന്റ് സംവിധാനം അവാർഡർക്ക് നിർബന്ധമാക്കുന്നതാണ്. KVAT പോർട്ടലിലൂടെ നോട്ടീസുകൾ, ഉത്തരവുകൾ എന്നിവ SMS അലർട്ട് സഹിതം നൽകുന്നതിന് നിയമപ്രാബല്യം നൽകി കേരള മൂല്യവർദ്ധിത നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ്. കേരള മൂല്യവർദ്ധിത നിയമത്തിൽ കീഴിൽ വെവ്വേറെ രജിസ്ട്രേഷൻ എടുത്ത് KSEB യൂണിറ്റ് വകുപ്പ് 42 കീഴിൽ ഓരോ യൂണിറ്റിനും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കുന്ന വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കുന്നു KSEB. എന്നാൽ ഓരോ യൂണിറ്റും ട്രയൽ ബാലൻസ് സമർപ്പിക്കേണ്ടതാണ്. അപ്പീൽ കേസുകൾ. ആദ്യ അപ്പീൽ അധികാരി മുമ്പാകെ വളരെയധികം അപ്പീലുകൾ തീർപ്പാക്കാനുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇത് നികുതി ഭരണനിർവഹണത്തെയും നീതി നടപ്പാക്കുന്നതിനും പ്രതികൂലമായി ബാധിക്കുന്നു. 24,336 അപ്പീൽ കേസുകളിലായി 1,412 കോടി രൂപ ഇന്ന് കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് പരിഹരിക്കുന്നതിന് താഴെ പറയുന്ന നടപടികൾ സ്വീകരിക്കും. 1. അപ്പീലുകളുടെ തീർപ്പാക്കലിനുണ്ടാകുന്ന കാലതാമസത്തിനുള്ള കാരണം സ്റ്റേ അപേക്ഷകളിൽ ഹിയറിംഗ് നടത്തി ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനുള്ള സമയമാണ്. പിരിച്ച നികുതി ഉണ്ടെങ്കിൽ അതും മൊത്തം നികുതി ബാധ്യതയുടെ 20% നികുതിയായി ഒടുക്കിയാൽ സ്റ്റേ കിട്ടും. 2. കെട്ടിക്കിടക്കുന്ന അപ്പീലുകൾ തീർപ്പാക്കുന്നതിന് ഡെപ്യൂട്ടി കമ്മീഷണർ അപ്പീൽ, അസിസ്റ്റന്റ് കമ്മീഷണർ അപ്പീൽ എന്നിവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കും. ഡെപ്യൂട്ടി കമ്മീഷണറുടെ എണ്ണം 9 നിന്ന് 13ആയും അപ്പീൽ അസിസ്റ്റന്റുമാരുടെ എണ്ണം 5 നിന്ന് 17ആയും വർദ്ധിപ്പിക്കും. 3. ഹൈക്കോടതിയിലെ നികുതി കേസുകൾ ഓരോന്നായി എടുത്ത് പരിശോധിച്ച് എത്രയും പെട്ടെന്ന് തീർപ്പാക്കാൻ തുടർ നടപടികൾ തീരുമാനമെടുക്കും. 4. പിരിക്കുന്നതിന് ഡിസ്പ്യൂട്ട് ചെയ്യാത്ത കേസുകൾ ഓരോന്നായി പരിശോധിച്ച് അവയ്ക്ക് ഇനം തിരിച്ച് റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിക്കും. സർ, ഇതിനു പുറമെ ഏതാണ്ട് ഒരു 20ഓളം നിർദ്ദേശങ്ങൾ നികുതി ചോർച്ച തടയുന്നതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് വായിച്ചതായിട്ട് കരുതണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സർ, രജിസ്ട്രേഷൻ വകുപ്പ് ഭൂമി കൈമാറ്റത്തിന് നിലവിൽ സാധാരണഗതിയിലുള്ള മുദ്രവില, രജിസ്ട്രേഷൻ ഫീ നിരക്കുകൾ യഥാക്രമം 6%, 2%. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭാഗപത്രം, മൊഴിമുറിദാനം, ധനനിശ്ചയം എന്നീ ആധാരങ്ങളുടെ കാര്യത്തിൽ മുദ്രവിലയും രജിസ്ട്രേഷൻ ഫീ നിരക്കുകളും ഇപ്പോൾ വളരെ കുറവാണ്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് മുദ്രവില, രജിസ്ട്രേഷൻ ഫീ എന്നിവയ്ക്ക് പരമാവധി 1000 രൂപ പരിധി നിശ്ചയിച്ചതോടെ ചെറിയ വിഭാഗത്തിന് മാത്രമേ ഇതുകൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളൂ. എന്നാൽ റവന്യൂ വരുമാനത്തിൽ കനത്ത ഇടിവാണ് ഉണ്ടായിരുന്നെന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഭാഗപത്രം, ഒഴിമുറി, ദാനം, ധനനിശ്ചയം എന്നീ ആധാരങ്ങളുടെ മുദ്രവില 3% വർദ്ധിപ്പിക്കുകയും മുദ്രവിലയിലും രജിസ്ട്രേഷൻ ഫീസിലും ഉണ്ടായിരിക്കുന്ന പരിധി ഒഴിവാക്കുകയും ചെയ്യുന്നു. 1% വർധന. 2010 രജിസ്ട്രേഷൻ നടപടിയിൽ സുതാര്യത കൊണ്ടുവരുന്നതിന് ഭൂമിക്ക് ന്യായവില ഏർപ്പെടുത്തുകയും അതോടൊപ്പം മുദ്രവില നിരക്കുകളിൽ കുറവ് വരുത്തുകയും ചെയ്യുകയുണ്ടായി.
ഭൂമിയുടെ കമ്പോള വില ഉണ്ടാകുന്ന വർധനവിൻ്റെ ചെറിയ ശതമാനമെങ്കിലും പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ ന്യായവില കാലോചിതമായി വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മുദ്രവില നിരക്കുകൾ കുറച്ചുവെന്നെങ്കിലും ന്യായവിലയിൽ കാലോചിതമായ വർധനവ് നടത്താനായില്ല. ഈ അപാകത ഖജനാവിന് കനത്ത റവന്യൂ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇത് ക്രമീകരിക്കുന്നതിന് വേണ്ടി വിലയാധാരങ്ങൾക്ക് നിലവിലുള്ള 6% മുദ്രവില 8% വർദ്ധിപ്പിക്കുന്നതാണ്. കേരളത്തിലെ ഭൂവിലയുടെ വർധന ഇത്ര വലിയ തോതിൽ ക്യാപിറ്റൽ ഗെയിൻ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഈ നിരക്ക് വർധന സാമ്പത്തിക നീതിദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ തികച്ചും ന്യായീകരിക്കാവുന്നതാണ്. കേരള മുദ്രപത്ര നിയമം പട്ടിക 23 പ്രകാരമുള്ള രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ വകുപ്പുകൾക്ക് 20 രൂപ 50 രൂപ വ്യത്യസ്ത നിരക്കുകളാണ് ഈടാക്കി വരുന്നത്. ഇത് 50 രൂപയായി ഏകീകരിക്കുന്നു. കേരളത്തിലെ മുദ്രപത്ര നിയമം പട്ടികയിലെ ആർട്ടിക്കിൾ 4:31 പ്രകാരം സത്യവാങ്മൂലം നോട്ടറിയൽക്കരണങ്ങൾ എന്നിവയ്ക്ക് മുദ്രവില നിരക്ക് നിശ്ചയിക്കപ്പെട്ടത് 20 വർഷം മുമ്പാണ്. അവ യഥാക്രമം 50ഉം 100ഉം രൂപയായി വർദ്ധിപ്പിക്കുന്നു. സർ, 1986 മുതൽ 10 ലക്ഷം അണ്ടർ വാല്യൂഷൻ കേസുകളാണ് കുടിശ്ശികയായുള്ളത്. നിലവിലുള്ള കേസുകളോടൊപ്പം കുടിശ്ശിക കേസ് കൂടി കൈകാര്യം ചെയ്യാൻ വലിയ വിഭവശേഷി ആവശ്യമാണ്. അതുകൊണ്ട് വളരെ ഉദാരമായിട്ടുള്ള ഒരു അമിനിസ്റ്റി ഈ കേസുകൾ സംബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. ഭൂമിയുടെ വിഭജിക്കാത്ത ഓഹരിയുടെയും കെട്ടിടഭാഗത്തിൻ്റെയും വിലയുടെയും അടിസ്ഥാനത്തിൽ ഫ്ലാറ്റുകളുടെ രജിസ്ട്രേഷൻ നടന്നു വരുന്നു. ഭൂമിയുടെ വിഭജിക്കാത്ത ഓഹരിയുടെ കാര്യത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ന്യായവില ലഭ്യമാണെങ്കിലും കെട്ടിടത്തിൻ്റെ വിലയുടെ കാര്യത്തിൽ വലിയ അവ്യക്തതയുണ്ട്. ഇത് വലിയ നികുതി ചോർച്ചക്കിടയാക്കുന്നുണ്ട്. ഇതുമൂലം വലിയ റവന്യൂ നഷ്ടം സർക്കാരിനുണ്ട്. ഭൂമിയുടെ വിഭജിക്കാത്ത ഓഹരിയുടെ കാര്യത്തിൽ ന്യായവിലയുടെ അടിസ്ഥാനത്തിലുള്ള രീതി തുടരുന്നതാണ്. എന്നാൽ കെട്ടിട വില നിർണ്ണയിക്കുന്നതിന് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് യോഗ്യമായ എഞ്ചിന് നൽകുന്ന സാക്ഷ്യപത്രം അടിസ്ഥാനമാക്കുന്നതാണ്. ഇതിനാവശ്യമായ നിയമ ഭേദഗതി കേരള മുദ്രപത്ര നിയമത്തിൽ കൊണ്ടുവരുന്നതാണ്. ബാങ്കുകളുടെ ATM സ്ഥാപിക്കുന്നതിന് മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ബന്ധപ്പെട്ട ആധാരങ്ങളുടെ മുദ്രവിലയുടെ ഈടാക്കുന്ന രീതിയിലുള്ള ആശയക്കുഴപ്പം പരിഹരിക്കുന്നതിനായി കേരള മുദ്രപത്ര നിയമത്തിലും ചട്ടങ്ങളിലും ആവശ്യമായ ഭേദഗതി വരുത്തുന്നതാണ്. മോട്ടോർ വാഹന വകുപ്പ് ചരക്ക് വാഹനങ്ങളുടെ നികുതി വർദ്ധിപ്പിക്കൽ. ടിപ്പർ ലോറികളും 20,000 കിലോഗ്രാമിൽ കൂടുതൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഉള്ളവയും ഒഴികെയുള്ള ചരക്ക് വാഹനങ്ങളുടെ നികുതി കഴിഞ്ഞ 9 വർഷമായി വർദ്ധിപ്പിച്ചിട്ടില്ല. ചരക്ക് വാഹനങ്ങളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എല്ലാത്തരം ചരക്ക് വാഹനങ്ങളുടെ നികുതിയിൽ 10% വർധവ് വരുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇതുവഴി വർഷം 20 കോടിയുടെ വരുമാനമുണ്ടാകും. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് അന്യസംസ്ഥാനങ്ങൾക്ക് സർവീസ് നടത്തുന്ന കോൺട്രാക്ട് കാരേജുകളുടെയും അന്യസംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന കോൺട്രാക്ട് കാരേജുകളുടെയും നികുതി ഏകീകരിക്കുന്നതാണ്. അത് ഇപ്രകാരമായിരിക്കും. ഓർഡിനറി സീറ്റുള്ള വാഹനങ്ങൾ 2250, പുഷ് ബാക്കുള്ള സീറ്റുകൾ 3500, സ്ലീപ്പർ ബർത്തുകളുള്ള വാഹനങ്ങൾ 4000. ഇതിൽ നാമമാത്രമായ വർധന 3 കോടിയുടെ വർധനയുണ്ടാവും. നികുതി ഈടാക്കുന്നതിന് പുതിയ സ്റ്റേജ് മാനദണ്ഡം പരിഷ്കരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിലവിൽ സ്റ്റേജുകാരിയുള്ള സീറ്റ് എണ്ണം നോക്കിയാണ് നികുതി നിശ്ചയിക്കുന്നത്. എന്നാൽ ഇന്നിപ്പോൾ നിയമത്തിലേക്ക് വന്ന മാറ്റങ്ങൾ മൂലം ലെഗ് സ്പേസ് കൂട്ടുന്നു, സീറ്റ് എണ്ണം കുറയുന്നു, അതുപോലെ തന്നെ സ്ലീപ്പർ ബർത്തുകൾ വരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നികുതി അശാസ്ത്രീയമാണ്. അതുകൊണ്ട് അത് മീറ്റർ സ്ക്വയറിനായി നിജപ്പെടുത്തുകയാണ്. ടൗൺ സിറ്റി സർവീസ് അല്ലാത്ത ഓർഡിനറി ബസ്സുകൾ ഒരു സ്ക്വയർ മീറ്ററിന് 1300, ടൗൺ സിറ്റി സർവീസ് നടത്തുന്ന ഓർഡിനറി ബസ്സുകൾ ഒരു സ്ക്വയർ മീറ്ററിന് 1360, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളും മറ്റ് ഉയർന്ന ക്ലാസ്സുകളും ഒരു സ്ക്വയർ മീറ്ററിന് 1400. നികുതി വരുമാനം അധികം പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേക രൂപകൽപ്പന ചെയ്ത വാഹനങ്ങൾക്ക് ലൈക്ക് മൊബൈൽ റെസ്റ്റോറൻറ്റ്, മൊബൈൽ ക്യാൻറ്റീൻ, മൊബൈൽ തിയേറ്റർ, മൊബൈൽ വർക്ക്ഷോപ്പ്, മൊബൈൽ തിയേറ്ററില്ല, മൊബൈൽ ബുക്ക് സ്റ്റോളില്ല, മൊബൈൽ ATM, മൊബൈൽ ഓഫീസ് വാഹനങ്ങൾ, മൊബൈൽ ഡീറ്റേഷൻ യൂണിറ്റ്, ക്യാഷ് വാൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇടത്തരം വാഹനങ്ങൾക്ക് പ്രത്യേക നികുതി ഈടാക്കാൻ ടാക്സ് നിയമത്തിൽ വ്യവസ്ഥയില്ലാത്തതിന് തുച്ഛമായ നികുതിയാണ് ഈടാക്കി വരുന്നത്. ഒരു സ്ക്വയർ മീറ്ററിന് 300 രൂപ നിരക്കിൽ ത്രൈമാസ നികുതി ഏർപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിസ്സാര തുകയേ ഉള്ളൂ, 50 ലക്ഷം രൂപ. ടാക്സേഷൻ നിയമത്തിലെ ഷെഡ്യൂളിൽ ഒരിടത്തും പരാമർശിക്കാത്ത
വാഹന നികുതിയുടെ മാനദണ്ഡം പരിഷ്കരിക്കുന്നു. മോട്ടോർ വാഹന നികുതിയുടെ ടാക്സേഷൻ നിയമത്തിലെ ഷെഡ്യൂൾ ഒരിടത്തും പരാമർശിക്കാത്ത വാഹന നികുതി കഴിഞ്ഞ 9 വർഷമായി പരിഷ്കരിച്ചിട്ടില്ല. ഇത്തരം വാഹനങ്ങളുടെ ത്രൈമാസ നികുതി അവയുടെ തറവിസ്തീർണ അടിസ്ഥാനത്തിൽ സ്ക്വയർ മീറ്ററിന് 150 രൂപ നിരക്കിൽ പുനർനിർണ്ണയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പഴയ വാഹനങ്ങൾക്ക് ഗ്രീൻ ടാക്സ്. പഴയ വാഹനങ്ങളിലുള്ള വായു മലിനീകരണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. ഇത്തരം വാഹനങ്ങളുടെ ഉപയോഗം നിരുത്സാഹപ്പെടുത്തുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്തിയിട്ടിരുന്നെങ്കിലും കേരളത്തിൽ നടപ്പാക്കിയിരുന്നില്ല. കേരളത്തിലെ വായു മലിനീകരണം തടയാൻ നാം പ്രതിജ്ഞാബദ്ധമാണ്. അതിനാൽ സംസ്ഥാനത്ത് 15 വർഷത്തിൽ കൂടുതലുള്ള പഴക്കമുള്ള 4 അതിൽ കൂടുതൽ വാഹനങ്ങൾക്കും 10 വർഷത്തിൽ പഴക്കമുള്ള 4 അതിൽ കൂടുതൽ ചക്രവാഹനങ്ങൾക്കും ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്കും താഴെ പറയുന്ന നിരക്കിൽ ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. 4 അതിൽ കൂടുതൽ ചക്രങ്ങളുമായ സ്വകാര്യ വാഹനങ്ങൾ രജിസ്ട്രേഷൻ പുതുക്കുന്ന സമയങ്ങളിൽ 400 രൂപ വീതം തരണം. 4 അതിൽ കൂടുതൽ ചക്രങ്ങളുമുള്ള ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കുമ്പോൾ 200 രൂപ കൂടുതൽ തരണം. മീഡിയം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കുമ്പോൾ 300 രൂപ കൂടുതൽ തരണം. ഹെവി ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കുമ്പോൾ 400 രൂപ. മറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കുമ്പോൾ 400 രൂപ. ഇതുവഴി 7 കോടി രൂപ അധികം ഉണ്ടാകും. ഓടാത്ത വാഹനങ്ങൾക്ക് നികുതികൾ ലഭിക്കുവാൻ അപേക്ഷ സമർപ്പിച്ച ശേഷം സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്ക് പിഴ ഏർപ്പാടാനയക്കാൻ വ്യവസ്ഥ ചെയ്യുകയാണ്. പിന്നെ വർഷങ്ങളായി നികുതി കുടിശ്ശിക വരുത്തിയിട്ടുള്ള വാഹനങ്ങൾക്ക് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഏർപ്പെടുത്തുകയാണ്. അതുപ്രകാരം 5 വർഷമോ അതിൽ കൂടുതലോ കാലയളവിലേക്ക് നികുതി കുടിശ്ശികയുള്ള സ്വകാര്യ വാഹനങ്ങൾ അവസാനത്തെ 5 വർഷം കുടിശ്ശികയുടെ 30% തന്നാൽ മതി. 5 വർഷമോ അതിൽ കൂടുതലോ കാലയളവിലേക്ക് നികുതി കുടിശ്ശികയുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ അവസാനത്തെ 5 വർഷത്തെ കുടിശ്ശികയുടെ 20% തന്നാൽ മതി. 6 മാസത്തിനകം നികുതി കുടിശ്ശിക അടയ്ക്കാത്തുള്ള വാഹനം സർക്കാർ കണ്ടുകെട്ടുന്നതും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതുമാണ്. ഉപസംഹാരം. സർ, ഇനി ഞാൻ ഉപസംഹാരത്തിലേക്ക് കടക്കട്ടെ. ഈ ബഡ്ജറ്റ് അവതരണം തുടങ്ങിയ വേളയിൽ മുന്നോട്ട് വെച്ച വികസന കാഴ്ചപ്പാടിനോട് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നു. പാവങ്ങൾക്ക് സമ്പൂർണ്ണ സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് സുസ്ഥിരവും ദ്രുത സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അവയൊക്കെ ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ സർ, നൂൽപ്പാലത്തിന്മേൽ കൂടിയുള്ള നടത്തമാണിതെന്ന് ജാഗ്രതപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വലിയ റവന്യൂ കമ്മി കണ്ട് ഭയപ്പെടാതെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ്. റവന്യൂ കമ്മി നിയന്ത്രണാധീനമാക്കുക തന്നെ വേണം. മാത്രമല്ല 5-ാം വർഷം ഇല്ലാതാക്കാനും കഴിയണം. ഇതിന് റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചേ പറ്റൂ. ജനങ്ങളോടുള്ള എൻ്റെ അഭ്യർത്ഥന ഇതാണ്: നിങ്ങൾ എന്ത് വാങ്ങുമ്പോഴും ബില്ല് ചോദിച്ചു വാങ്ങുക. മറ്റൊരു കാര്യം, മൂലധന ചെലവിലുള്ള ധാരാളിത്തം കണ്ട് ഇതുപോലെ റവന്യൂ ചെലവും വർദ്ധിപ്പിക്കാമെന്ന് ഒരാളും കരുതരുത്. പദ്ധതി ഇതര ചെലവിൽ ഇന്നുള്ള ശമ്പളവും പെൻഷനും പലിശയും ഒഴിവാക്കാനാവില്ല. പക്ഷെ ബാക്കിയുള്ള ചെലവുകൾ കർശനമായി നിയന്ത്രിച്ചേ പറ്റൂ. അല്ലാത്ത പക്ഷം കാര്യങ്ങൾ കൈവിട്ടുപോകും. സർ, 2015-16 സംസ്ഥാന സർക്കാരിൻ്റെ വരവ് ചെലവിൻ്റെ സംക്ഷിപ്ത രൂപം പരിശോധിച്ച ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെ അപകടങ്ങൾ വ്യക്തമായിട്ട് കാണാനാവും. റവന്യൂ വരുമാനം 84,616.85 കോടി രൂപ. റവന്യൂ ചെലവ് 97,683.1 കോടി രൂപ. റവന്യൂ കമ്മി 13,066.25 കോടി രൂപ. മൂലധന ചെലവ് 9,540.86 കോടി രൂപ. ഇനി വരുമാനങ്ങൾ. വായ്പയും മുൻകൂറുകളും തനി -532.78 കോടി രൂപ. പുതുക്കടം തനി 17,926.14 കോടി രൂപ. പൊതുക്കണക്ക് തനി 4,502.37 കോടി രൂപ. ആകെ കമ്മി -711.38 കോടി രൂപ. വർഷാരംഭ രൊക്ക ബാക്കി -105.21 കോടി രൂപ. ഇപ്പോൾ പ്രഖ്യാപിച്ച അധിക ചെലവ് 730.10 കോടി രൂപ. പ്രഖ്യാപിച്ച ഇളവുകൾ 5 കോടി രൂപ. അധിക വിഭവ സമാഹരണം
805 കോടി രൂപ. വർഷാന്ത്യ രൊക്ക ബാക്കി -746.69 കോടി രൂപ. 13,066 കോടി രൂപയാണ് റവന്യൂ കമ്മി. 17,929 കോടി രൂപ പൊതുക്കടം ലഭിക്കുന്നതിൽ 73% ഈ കമ്മി നികത്താൻ ചെലവഴിക്കേണ്ടി വരും. പൊതുകണക്കിൽ 4,502 കോടി രൂപ അധികമായി പിടിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ മൂലധന ചെലവിൽ ഗണ്യമായ വർധന മുൻ വർഷത്തെ അപേക്ഷിച്ച് വകയിരുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെയാണ് പ്രത്യേക ഉദ്ദേശ സംവിധാനങ്ങൾ വഴി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾസ് വഴി വലിയ തോതിൽ മുതൽമുടക്ക് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ വായ്പെടുക്കാനുള്ള വിശ്വാസ്യത സർക്കാരിനുണ്ടാകണമെങ്കിൽ വരും വർഷങ്ങളിൽ റവന്യൂ കമ്മി ഗണ്യമായി കുറച്ചേ തീരൂ. അല്ലാത്ത പക്ഷം നമ്മൾ വഴിമുട്ടും. എന്നാൽ ഇത്തരമൊരു പരീക്ഷണം ഏറ്റെടുക്കാനുള്ള ഇച്ഛാശക്തിയും അച്ചടക്കവും പിണറായി വിജയൻ സർക്കാരിനുണ്ട് എന്നെനിക്കുറപ്പുണ്ട്. സർ, ഞാൻ ഈ ബഡ്ജറ്റ് ഉപസംഹരിക്കുമ്പോൾ ഇതിനു വേണ്ടിയിട്ട് രാവിലെ പ്രവർത്തിച്ച എൻ്റെ സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥന്മാരോടും ബാക്കിയുള്ളവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. വ്യാപാരികളും മറ്റുമായിട്ടൊക്കെ പൊതുജനങ്ങളുമായി ചർച്ച നടത്തിയില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് എത്രയോ സംവാദങ്ങൾ നടന്നു. അതുകൊണ്ട് ആ അഭിപ്രായങ്ങൾ കിട്ടിയില്ല എന്നൊരു തോന്നലില്ല. ഇതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്നുള്ള ബന്ധം തലേ ദിവസത്തിലുള്ള വായനയിൽ ഒതുങ്ങുന്നതല്ല. ഈ ബഡ്ജറ്റിൻ്റെ രൂപീകരണത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രിയുമായിട്ട് ഉപദേശ നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇവരോട് എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പറയുകയാണ്. സർ, മലയാളിയുടെ അഭിമാനമായ കവി ONV കുറുപ്പ് പ്രത്യേകം എഴുതിത്തുന്ന വരികളോടെയാണ് 2011 ബഡ്ജറ്റ് ഞാൻ അവതരിപ്പിച്ചത്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹം ജനിച്ച ഗ്രാമം ONV കാവ്യഗ്രാമമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നടപ്പാക്കും. ONVയുടെ ദിനാന്തം എന്ന കാവ്യത്തിലെ അവസാന വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഏതീരടി ചൊല്ലി നിർത്തണമെന്നറിയാതെ ഞാൻ എന്തിനോ കാതോർത്തു നിൽക്കവേ നിശബ്ദരാക്കപ്പെട്ട മനുഷ്യതൻ ശബ്ദങ്ങൾ എങ്ങു നിന്നോ കേൾക്കുന്നു. നമ്മൾ ജയിക്കും, ജയിക്കും ഒരു ദിനം, നമ്മൾ ഒറ്റക്കല്ല, നമ്മളാണ് ഈ ഭൂമി. 2016-17 ബഡ്ജറ്റ് ഞാൻ സഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. അടുത്ത 3 വർഷത്തേക്കുള്ള ഓഗസ്റ്റ് ഒക്ടോബർ മാസത്തെ വോട്ടർ അക്കൗണ്ടും സഭയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. 2016-17 മുതൽ 2018-19 വരെയുള്ള പുതുക്കിയ മീഡിയം ടേം ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റും മീഡിയം ടേം ഫിസ്ക്കൽ പ്ലാൻ അടക്കമുള്ള സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റും ഞാൻ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നു. ഓർഡർ. ബഡ്ജറ്റ് പ്രസംഗത്തിന്റെ കോപ്പി ബഹുമാനപ്പെട്ട അംഗങ്ങൾക്കും പത്രപ്രതിനിധികൾക്കും ഇപ്പോൾ വിതരണം ചെയ്യുന്നതാണ്.